ഇന്ന് ലഞ്ച് ബോക്സിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി അവിയൽ ഉണ്ടാക്കാം. അധികം പച്ചക്കറികളൊന്നുമില്ല. ഒരു കഷ്ണം പടവലങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, പിന്നെ ഒരു 1/4 ഭാഗം പുളിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയ കഷ്ണം മാങ്ങ. ഇതെല്ലാം നന്നായിട്ട് നീളത്തിലരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഞാൻ കായിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് പിന്നെ അവസാനം ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ അരപ്പിന് വേണ്ടി ഒരു 3 സ്പൂൺ തേങ്ങ, ഒരു പച്ചമുളക്, ഒരു ചെറിയ ചുവന്നുള്ളി, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയണ്ട, ഒരു മീഡിയം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. കഷ്ണങ്ങൾ വെന്തോ നോക്കട്ടെ. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, നോർമലി ഒരു അവിയൽ വയ്ക്കുന്ന ഒരു റെസിപ്പി അല്ല ഇത്. ഇത് നമ്മൾ ലഞ്ച് ബോക്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിലെല്ലാ പച്ചക്കറിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചുറ്റിച്ച് അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് കാരണം ഇതൊന്ന് പിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ വേറെ വഴിയില്ലല്ലോ, നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന്, ഈ അരപ്പൊക്കെ ഒന്ന് വേകണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അധികം പച്ചക്കറി ഒന്നും വേണ്ട. ഉള്ളത് എന്താണോ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ വാഴയ്ക്കയുടെ ഐറ്റംസ് ഒന്നുമില്ല. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കാൻ പോവാം. ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല മഞ്ഞ കളറിലിരിപ്പുണ്ട്. സാധാരണ ഞാൻ അവിയൽ വയ്ക്കുമ്പോൾ മാങ്ങയൊന്നും ചേർക്കാറില്ല. ഇത് പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ. അച്ചാർ വയ്ക്കാൻ വേണ്ടിയിട്ട് മാങ്ങ മേടിച്ചതാണ്. അതിൽ ആ മാങ്ങയാണെങ്കിൽ നല്ല പുളി. വായിൽ വയ്ക്കുമ്പോൾ അയ്യോ എന്തൊരു പുളിപ്പാ. എനിക്ക് എന്താ പറയുക, ഈ മിക്സിങ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കണം. അതെന്തെങ്കിലും രോഗമാണോ ചേട്ടാ? ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലഞ്ച് ബോക്സ് അവിയൽ റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് അവിയലാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ലഞ്ച് ബോക്സ് അവിയൽ റെഡി. മൂടി വെച്ചിട്ടുണ്ട്.